ഭാനു, നമ്മുടെ മക്കളൊക്കെ എവിടെ? സുരേന്ദ്രനും റോസിയും? എന്തിനാ? അറിഞ്ഞില്ലേ? എന്റെ കേസ് വിട്ടു. ഇച്ചായ നിരപരാധിയാണെന്ന് കോടതി വിധി പറഞ്ഞു. നമ്മുടെ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകളിലൂടെയും സംശയത്തിന്റെ ആനുകൂല്യം കൊണ്ടും ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. അപ്പോ ഭാനു ഈ കോടതി വിധി വിശ്വസിക്കുന്നില്ലേ? എന്റെ മനസ്സിന്റെ കോടതിയില് ഒന്നും തേച്ചു മായ്ച്ചു കളയാൻ കഴിയില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഭാനു, നിന്റെ ഇച്ചായനെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഊമയായ എന്റെ അനിയത്തിയെ നിങ്ങൾ കടിച്ചു കീറി കൊന്ന ദിവസം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണ്. കൂടെ പുറപ്പെടില്ലാത്ത എനിക്ക് അമ്മുക്കുട്ടി എന്റെ സഹോദരിയെ പോലെയായിരുന്നു. പേര് കേട്ട തേവിടിച്ചി ദേവും നിങ്ങൾക്ക് സഹോദരി പോലെയാണല്ലോ. എന്റെ കേസ് നടത്താൻ ദേവു എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഞാൻ കേസ് പറഞ്ഞത് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ, എന്റെ കുടുംബം വീണ്ടെടുക്കാൻ വേണ്ടിയാ. എന്നെ നിത്യദുഃഖത്തിലാക്കരുതേ. നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരിന്റെ ഉപ്പ് കൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് ഞാൻ ഉണക്കും. എനിക്കും എന്റെ മക്കൾക്കും നിങ്ങളെ വേണ്ട, വേണ്ട. പോ എന്റെ കൺമുമ്പിന്ന്. മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടിയാൽ പുഴുത്ത പട്ടിയെ പോലെ കരുതി ആട്ടി പുറത്താക്കും. എടാ, നിന്നെയൊക്കെ ഒരു സുഹൃത്തെന്ന് പറയാൻ കൊള്ളൂ. എന്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ടെലഗ്രാമെങ്കിലും. നിനക്കറിയാവുന്നതല്ലേ ഞാനും ഈ നാടും തമ്മിലുള്ള ബന്ധം. പിറന്ന നാട്ടിൽ ഞാൻ ഇന്നും അന്യനാ. ആ, അത് വിട്. ഇതുപോലെ എന്തെങ്കിലും നൊട്ടുനൊടുക്ക് ന്യായം പറഞ്ഞ് ആ ശ്യാമയെ വഴിയാധാരമാക്കരുത്. രണ്ടുപേരെ എനിക്കറിയാവുന്നോണ്ട് പറയുന്നതാ. ചായ. നീ ചായ എടുക്ക. അമ്മ ഓർക്കുന്നില്ലേ ഇവനെ, നമ്മുടെ പഴയ പാച്ചു? അമ്മേ, ആസി ഇപ്പൊ ഇവിടുത്തെ പേരെടുത്ത വക്കീല. പണ്ട് കോട്ടയത്ത് വെച്ചോണ്ട് ആ നാടകഭ്രാന്തനൊന്നുമല്ല. നാടകവും കളിയൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോഴും ഉണ്ട്. ബാസി ഒരു ഉപകാരം ചെയ്തു തരൂ. 10-28 കൊല്ലം മുമ്പ് എന്റെ നേരമ്മാവന്മാര് കൈവശപ്പെടുത്തിയ കുറച്ച് സ്വത്തുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കും കൊല്ലപ്പെട്ട എന്റെ അനിയത്തി അമ്മുക്കുട്ടിക്കും അതിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുമോ? അവരൊരുപക്ഷെ കൈവശാവകാശം തെളിയിച്ചേക്കും. എന്നാലും ജന്മാവകാശം തെളിയിക്കാനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ആ, ഞാൻ ഇറങ്ങട്ടെ. കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. ഇനി വരുമ്പോ ഭാര്യയും കൊണ്ടുവരണം. എനിക്കിന്നൊരു തീരുമാനം അറിയണം. ഇങ്ങനെ പോയാ എവിടെ വരെ പോകും? എനിക്ക് പറ്റില്ല. ഞാൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞില്ലേ? നീ എന്ത് തെളിവാ വേണ്ടേ? ആ, ശരിയാച്ച. എന്തായാലും എന്തെങ്കിലും ഒന്ന് അറിഞ്ഞ് ഞാൻ ഇന്ന് പോകും. ചെറിയാച്ച ബഹളം ഉണ്ടാക്കാതെ വാ. എത്ര കാലം കരഞ്ഞു ഞാൻ പറയുന്ന ചെറിയാച്ചൊന്ന് കേക്ക്. വാ, അത് ശരിയാവുന്നില്ല. നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. എന്റെ മോനല്ലേ ആ നിൽക്കുന്നേ? അവൻ പോലീസ് ഇൻസ്പെക്ടർ അല്ലേ? അവന് മനസ്സിലായില്ല കോടതി വിധി? ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനല്ലേ വിളിക്കുന്നത്. വാ. ഞാൻ നിരപരാധിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന നിരപരാധി. എന്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മക്കളില്ല, എനിക്ക് ഭാര്യയില്ല. അച്ഛനല്ലേ അത്? അതെ. എന്തു വേണം? പോയിരുന്നു പഠിക്കേ. പഠിക്കാൻ. മോർണിംഗ്. പിന്നെ ഇന്ന് ഞാൻ ലീവാ. അത്യാവശ്യം വല്ലോട്ട് വിളിച്ചാൽ മതി. നീ എന്തിനാ ലീവ് പറഞ്ഞത്? അത് ഇന്ന് അയാൾ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പോണ്ടെന്ന് വെച്ചു. ഇന്ന് ലീവ് എടുത്തു. നാളെയോ?
സ്വന്തം മകനെ സല്യൂട്ട് ചെയ്യേണ്ടി വരിക. നിന്നെ സാറേന്ന് വിളിച്ച് നിന്റെ ആജ്ഞകൾക്ക് വേണ്ടി കാത്തു നിൽക്കുക ദൈവനിശ്ചയമാണ് മോനെ. എല്ലാ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ചെന്ന് അയാളെ തോൽപ്പിക്ക്. നിന്റെ അധികാരത്തിന് മുമ്പിൽ വെറും ഒരു പാവ പോലെ അയാൾ തുള്ളുന്നത് എനിക്ക് കാണണം. ഈ വേഷത്തിൽ തന്നെ കാണുമ്പോ സന്തോഷമുണ്ടോ? ഇങ്ങനെ കാണുമെന്ന് നിരീക്ഷല്ലോ. നിരീക്ഷതൊന്നും നടക്കാറില്ല, നടക്കുന്നത് നിരീക്കാറുമില്ല. ഏതാ എന്റെ സീറ്റ്? SI വരട്ടെ. തന്റെ മകന്റെ മുമ്പിൽ തനിക്ക് വിഷമം കാണും. വല്ല പാസ്പോർട്ട് എൻക്വയറിയോ സമൻസ് നടത്തലോ ആയാ നന്ന്. അധിക നേരം പുറത്താവും. അത് വേണ്ട, ശമ്പളം പറ്റുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഏത് ജോലിയും ചെയ്യണമല്ലോ. ഞാൻ തയ്യാറാണ് സ്വാമി. സമ്മതിച്ചായ തെക്ക് തിരക്ക് കേറി പറ്റിയല്ലേ? ഭാഗ്യവാൻ. ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പ് നേരെ എടുത്തു വെച്ചോളൂ സ്വാമി. കുഞ്ഞി രാമൻ. സാർ, ഞാനിന്ന് ജോയിൻ ചെയ്തു. ആരെയും വിഷമിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല. എങ്കിലും അനുവദിക്കുമെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പിക്കോളാം. എന്തിന്? ഇടുന്ന ഉടുപ്പിനോട് എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. റോസി, എന്താ അച്ഛാ? ഒന്നുമില്ല, ഒന്ന് കാണണം തോന്നി. അമ്മയ്ക്ക് സുഖാണോ? മോള് വിഷമിക്കാതെ. ദേ എന്റെ വേഷം കണ്ടോ? അച്ഛനിപ്പോ പോലീസാ. എന്റെ ഏട്ടനാ എന്റെ സാറ്. സ്റ്റേഷനിൽ വന്നാ കാണാൻ പോകില്ലേ? അച്ഛന് സുഖാണോ? പിന്നെ അതുപോട്ടെ, വിനയമാഷ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ്. അവിവേകമൊന്നും കാണിക്കരുതേ. ഇപ്പൊ പഠിക്ക. സമയമാകുമ്പോ ആരെല്ലാം എതിർത്താലും അച്ഛനത് നടത്തി തരും. പിന്നെ മോളെ, അച്ഛൻ ഒരുപാട് കാശ് കിട്ടാൻ പോവാ. ഇത്രയും നാളത്തെ ശമ്പളവും ബോണസും ഒക്കെ ആയിട്ടൊരു നല്ല തുക. അത് കിട്ടിക്കഴിഞ്ഞാ എന്റെ മോക്ക് ഇഷ്ടമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചു തരാം മോളെ. വേണ്ട. വേറെ ആർക്ക് കൊടുക്കാൻ അച്ഛൻ? എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ശരിയായിക്കോളും. മോള് സങ്കടപ്പെടണ്ട. എന്നാ മോള് കുഞ്ഞായിരുന്നപ്പോ അച്ഛന് ഇതിനൊന്നും ഭാഗ്യം ഉണ്ടായില്ല. മോള് പൊയ്ക്കോ, ക്ലാസ് കളയണ്ട. അച്ഛൻ ഡ്യൂട്ടിക്ക് പോകണ്ടേ? പോട്ടെ. ഇൻസ്പെക്ടർ ഒന്ന് കാണണം. കാര്യം എന്താണെന്ന് എന്നോടും പറയാം. ഓടി വന്ന് കാണണമെന്ന് പറയുന്നവർക്കൊക്കെ എടുത്തു കാണിച്ചു കൊടുക്കാൻ ഇൻസ്പെക്ടർ സാറിന്റെ ഒരു കൗതുകോഷമാണോ? വാട്ട് യു മീൻ? ഞങ്ങൾക്ക് ഇൻസ്പെക്ടർ സുരേന്ദ്രനെ നേരിൽ കണ്ടൊരു കാര്യം പറയാനുണ്ട്. സുരേന്ദ്രനോ? കാലം പോയ പോക്ക്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാണുള്ള കാര്യം മറക്കണ്ട. ബി കെയർഫുൾ. പതിവുകളൊന്നും കാര്യമാക്കണ്ട. വരൂ, അകത്തേക്ക് ഇരിക്കാം. എന്താ പ്രശ്നം? സാർ, ഞങ്ങൾ പൗരസമിതിയുടെ ആൾക്കാരാണ്. ഇന്നലെ രാത്രി ആ കാളിയന്റെ ഒരു കഞ്ചാവ് ജീപ്പ് ഞങ്ങൾ തടഞ്ഞു. അവർ രക്ഷപ്പെട്ടെങ്കിലും ഇന്ന് കാലത്ത് മുതൽ പകപോക്കാൻ ഇറങ്ങിയിരിക്കുക. നാട്ടിലെ ക്രമസമാനം നിയന്ത്രിക്കേണ്ടത് പൗരസമിതി അല്ലല്ലോ. കുഞ്ഞിരാമ, ആ 754 വിളിക്ക. സാർ, നിങ്ങൾ ചെന്ന റൈറ്റിന് ഒരു പരാതി എഴുതി കൊടുക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാർ.
ആ കാളിയെന്നൊന്ന് വിളിച്ചോണ്ട് വരണം. പഴയ കൂട്ടുകാരാണല്ലോ, പരിചയക്കാരാകുമ്പോ ഫോഴ്സ് വേണ്ടി വരില്ല. ചെന്ന് വിളിച്ചാ വരും. കാളയാ, എഴുന്നേറ്റ് വാ. എങ്ങോട്ടാ ചെറിയാച്ചോ? നിനക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് വരണം. ചെറിയാച്ചൻ പോലീസ് കളിക്കാണോ? 2 ലാർജ് വിഴുങ്ങുന്നെങ്കിലേ വാ, നമുക്ക് കൂടാം. കാളിയാ, കാളാന്നേ, കാക്കിയുടെ ജാട കാളിയനോട് വേണ്ട. കാക്കി അഴിച്ചു വെച്ചിട്ട് വാ. ആ ചെറിയാച്ചനെ കാളിയനും ഇഷ്ടമാ. നിന്നെ സൂചിപ്പിക്കാൻ നടക്കല്ലേ. എഴുന്നേക്കടാ. ഇല്ലെങ്കിലോ നിന്നെയും കൊണ്ട് ചെറിയച്ചൻ പോവൂ. ഇങ്ങോട്ട് എഴുന്നേക്കടാ. ചെറിയാച്ചോ, തീക്കട്ടയിൽ ഉറുമ്പരിക്കരുത്. ചിലക്കാതെ വാ ഇങ്ങോട്ട്. അച്ഛനെ തല്ലുന്ന കണ്ടൊന്നും അവന്റെ പ്രത്യാക്രമണമല്ല. ഇറ്റ്സ് മൈ ഡ്യൂട്ടി.